ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോം കോർപ്പറേഷൻ്റെ സ്പെഷ്യലൈസേഷൻ പേപ്പർ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് തേർഡ് ചാപ്റ്ററാണ്, സ്റ്റേറ്റ് ആൻഡ് കോപ്പറേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് വരുന്നത് പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമുക്ക് 5th സെമ്മിൽ ലീഗൽ എൻവയോൺമെൻറ്റ് സ്പെഷ്യലൈസേഷൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാപ്റ്ററും ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും സെയിം സിലബസ് ആണ് പറയുന്നത്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അതാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്. ഓക്കെ, ഇത് തേർഡ് ചാപ്റ്റർ സ്റ്റേറ്റ് ആൻഡ് കോപ്പറേറ്റീവ്സ്. ഇതിലെന്താ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റേറ്റും കോപ്പറേറ്റീവ്സും തമ്മിലുള്ള ഒരു റിലേഷൻസ്, അതാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 11 പോയിൻറ്റ്സ് ഉണ്ട്. അതായത് സെക്ഷൻ 42 മുതൽ സെക്ഷൻ 52 വരെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇതിലൊരു അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഇതിൽ പറയുന്ന 2 പോയിൻ്റ് ഉണ്ട്. ഐ തിങ്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ തന്നെ നമുക്കൊരു എല്ലാ സെക്ഷൻസും പഠിച്ചില്ലെങ്കിൽ ഒരു 5-6 സെക്ഷൻസ് ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ വരാനേ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. സ്റ്റേറ്റ് ആൻഡ് കോപ്പറേറ്റീവ്സ്. അതിൽ ഫസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 42. അപ്പോൾ അതിലെന്താ പറയുന്നത് വെച്ചാൽ ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ, അതാണ് സെക്ഷൻ 42 പറയുന്നത്. ഓക്കെ, ദിസ് സെക്ഷൻ 42 പ്രൊവൈഡ്സ് ദാറ്റ് ഗവൺമെൻറ് മേ ഡയറക്ട്ലി സബ്സ്ക്രൈബ് ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാണ് ഗവൺമെൻറ് ഡയറക്റ്റായിട്ട്. അത് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. അതാണ് സെക്ഷൻ 42 പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇത് സെക്ഷൻ 43. സെക്ഷൻ 43 എന്താ പറയുന്നത്, ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. അതായത് സെക്ഷൻ 42 പറഞ്ഞത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. എന്നാൽ സെക്ഷൻ 43 എന്താ പറയുന്നത്, ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ. ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ മേ ബി ഗവൺമെൻറ് എന്ത് ചെയ്യായിരിക്കില്ല, ഷെയർ ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് പർച്ചേസ് ചെയ്യുകയല്ല. അവിടെ എന്താ ചെയ്യുന്നത്, മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടല്ലോ, മറ്റുള്ള സൊസൈറ്റീസിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് കൊടുക്കുകയാണ്, ഫണ്ട് കൊടുക്കുകയാണ്. അതാണ് സെക്ഷൻ 43 പറയുന്നത്, ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. The section 43 authorize government to provide fund to a society for the purchase of share in the other societies with limited liability. ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള മറ്റ് സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് ആര് പ്രൊവൈഡ് ചെയ്യാണ്, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യാണ്. അതാണ് ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇത് പറയുന്നത് സെക്ഷൻ 43 പറയുന്നത്. ഇനി സെക്ഷൻ 44ഉം 45ഉം ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഇത് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, ഇതും എന്താണെന്ന് ചോദിക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മേ ബി 2 വരാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം വരാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്താണെന്ന് നോക്കാം. അത് സെക്ഷൻ 2 ആണ് കേട്ടോ പറയുന്നത്. സെക്ഷൻ 44 ആണ് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ ആൻ എപെക്സ് സൊസൈറ്റി വിച്ച് റിസീവ്സ് ഫണ്ട് ഫ്രം ദി ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ 43 മേ എസ്റ്റാബ്ലിഷ് എ ഫണ്ട് വിത്ത് ദ മണി കോൾഡ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. Stipulate this fund can be utilized for purchasing share in other societies with limited liability. അതായത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്താണെന്ന് വെച്ചാൽ അപെക്സ് സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട് ലഭിക്കും. എന്നിട്ട് ആ ഫണ്ട് വെച്ചിട്ട് വേറൊരു ഫണ്ട് ഉണ്ടാക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻ അപെക്സ് സൊസൈറ്റി വിച്ച് റിസീവ്സ് ഫണ്ട്സ് ഫ്രം ദി ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ 43 മേ എസ്റ്റാബ്ലിഷ് ടു എ ഫണ്ട് വിത്ത് മണി കോൾഡ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഓക്കെ, എന്നിട്ട് ആ ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്തിനെ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സ്റ്റിപ്പുലേറ്റ് ദാറ്റ് ദിസ് ഫണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ പർച്ചേസിങ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. എന്നിട്ട് ആ ഫണ്ട് എന്തിനാണ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്,
മറ്റുള്ള സൊസൈറ്റീസിൽ നിന്ന് അവരുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് യൂസ് ചെയ്യുന്നത്. അതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും അതിൻ്റെ ഉപയോഗവും. ഓക്കെ, അതാണ് സെക്ഷൻ 44 പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സെക്ഷൻ 45. അത് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. According to this section, a central society which receive money from principal state partnership fund has to establish with the money a fund called subsidiary state partnership fund. അതായത് സെൻട്രൽ സൊസൈറ്റിക്ക് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും ഫണ്ട് ലഭിക്കും. എന്നിട്ട് ആ ഫണ്ട് വെച്ചിട്ട് വേറൊരു ഫണ്ട് ഉണ്ടാക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ പ്രൈമറി സൊസൈറ്റീൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വേറെ വല്ല ഷെയർസിൻ്റെ റീഫണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 44ഉം സെക്ഷൻ 45ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താ? അപ്പെക്സ് സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട് ലഭിക്കും. ആ ഫണ്ട് വെച്ചിട്ട് വേറൊരു ഫണ്ട് അവർ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മറ്റുള്ള സൊസൈറ്റീൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ so that this fund can be utilized for purchasing shares in other societies with limited liabilities. ഓക്കെ, എന്നാൽ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നോ, സെൻട്രൽ സൊസൈറ്റിക്ക് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് എന്ത് ലഭിക്കും? ഫണ്ട് കിട്ടും. A central society which receives money from principal state partnership fund has to establish with that money fund called subsidiary state partnership fund. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും ഷെയർസിൻ്റെ ഒക്കെ റീഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 4 സെക്ഷൻസ് പഠിച്ചു. സെക്ഷൻ 42, 43, 44 ആൻഡ് 45. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇത് 46 എന്ന് പറയുമ്പോൾ അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്തു? ഷെയർസ് പർച്ചേസ് ചെയ്യണം, ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്നൊക്കെ നമ്മൾ ഫണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ള സൊസൈറ്റീസിൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷെയർസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് കിട്ടണം എന്നാണ് പറയുന്നത്? അപ്രൂവൽ കിട്ടണം എന്നാണ് പറയുന്നത്. അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. ഓക്കെ, സെക്ഷൻ 46 laid down that previous approval of the government in writing is to be obtained for the purchase of shares in a cooperative society with the money in the principal state partnership fund or subsidiary state partnership fund as the case may be. ഓക്കെ, അതാണ് അത് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ്. അതായത് നമ്മളിപ്പോൾ ഇതുവരെ, അതായത് ഏത് ഷെയർസ്, അതായത് ഇപ്പോൾ ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതല്ല, ഇനി ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞൊരു വാക്കായിരുന്നു ഇത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ലയബിലിറ്റി എപ്പോഴും എന്തായിരിക്കണം? ലിമിറ്റഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ്. അതായത് സെക്ഷൻ 47 stipulate that the liability in respect of shares purchased directly by the government or indirectly through the apex society or central society from the respective fund from the principal state partnership fund and subsidiary state partnership fund shall be limited to the amount actually paid as share capital. ഓക്കെ, ഇത് 6 പോയിന്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 എന്തോ പറയുന്നത്. അപ്പോൾ അതിൽ 7ാമത്തെയാണ് റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്. അതായത് ഡിവിഡൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആയിരിക്കും. അത് മാറ്റില്ല, നത്തിങ് മോർ ദാൻ, അത് കൂടുതലും ഉണ്ടാവില്ല, കുറയും, അതാണ് അത് പറയുന്നത്. പിന്നെ ഇൻഡംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്, പിന്നെ ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻറ്റ്, അതുപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് ഫണ്ട് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി, പിന്നെ അഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി. ഇത് നമുക്ക് പറഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മേ ബി നിങ്ങൾക്ക് തന്നെ അങ്ങ് ഡൈജസ്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്, അതായത് ഈ 6 പോയിന്റ് നിങ്ങൾ എന്തായാലും പഠിക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ വരത്തുള്ളൂ. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും അതുപോലെ തന്നെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. ഓക്കെ, പിന്നെ ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്, പിന്നെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, പിന്നെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്,
പിന്നെ അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്, അതായത് ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നമുക്ക് എന്ത് കിട്ടണം, അപ്രൂവൽ കിട്ടണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.